കഴിഞ്ഞ IPL സീസണിൽ ട്രെൻഡിങ് ആയ ഒരു പരസ്യമുണ്ട്. ഭാര്യ ഓടി വന്ന് ഹസ്ബൻഡിനോട് പറയാണ്, അറിഞ്ഞു എൻ്റെ അമ്മ വരാൻ പോകുന്നു. അദ്ദേഹം ഒന്ന് ചിരിക്കുന്നു. ചേച്ചിയും കൂടെ വരുന്നുണ്ട്. അദ്ദേഹം വീണ്ടും ചിരിക്കുന്നു. അവരൊരു മാസത്തോളം ഇവിടെ താമസിക്കാൻ വേണ്ടി കാണും. അദ്ദേഹം വീണ്ടും ഒരു ചിരി പാസ്സാക്കിയാണ്. അപ്പോൾ ബാക്കിൽ നിന്നും ഒരു കമൻറ്ററി, ഈ ചിരി വ്യാജമാണ്. കുറച്ച് നേരങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും ചിരിക്കുന്നു. അപ്പോൾ ബാക്കിൽ നിന്നും വീണ്ടും കമൻറ്ററി, ഈ ചിരി യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഈ മനുഷ്യനെ പോലെ നമ്മുടെ നിലപാടുകൾ നമ്മൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയാതെ പോവാറുണ്ട്. ഇന്ന് ഓശാന ഞായറാണ്. ഈശോ രാജകീയമായി ജെറുസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ആൾക്കൂട്ടം ഈശോയ്ക്ക് ചുറ്റുമുണ്ട്, ഓശാന ജയവിളികൾ വിളിച്ചുകൊണ്ട്. എന്നാൽ ഈ ജനക്കൂട്ടം തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ഈശോയുടെ ചുറ്റും കൂടിയത്. നിലപാടുകളും തീരുമാനങ്ങളും ഇല്ലാത്തവരാണ് ജനക്കൂട്ടത്തിൻ്റെ ഒപ്പം നീങ്ങുക, ആരവങ്ങൾക്കൊപ്പം നീങ്ങുക. ഓശാന നമ്മെ പഠിപ്പിക്കുന്നു, ആരവങ്ങൾ നൈമിഷികമാണ്. അവ മാറും, മറക്കും, മടുക്കും. അതുകൊണ്ട് തീരുമാനങ്ങളുള്ളവരായി, നല്ല ബോധ്യങ്ങൾ ഉള്ളവരായി നമുക്ക് വളരാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.